പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കുന്ന സ്ത്രീ ശക്തി മോദിയോടൊപ്പം എന്ന പരിപാടി ഉച്ചയ്ക്ക് ശേഷമാണ് നടക്കുന്നത്. നരേന്ദ്രമോദിയുടെ റോഡ് ഷോ ഉച്ചയ്ക്ക് ശേഷമുണ്ട്. അങ്ങനെ നിരവധി വാർത്താ പ്രാധാന്യമുള്ള ഒരു ദിവസം, പ്രത്യേകിച്ചും തൃശൂരാണ് ഇന്ന് വാർത്താ കേന്ദ്രമാകുന്നത്. നമ്മോടൊപ്പം എസ് വിനേഷ് കുമാർ കൂടി ചേരുന്നുണ്ട്. വിനേഷ്, ഇന്ന് BJP പ്രവർത്തകരെ സംബന്ധിച്ച് ഏറെ ആവേശമുണ്ടാക്കുന്ന ഒരു ദിവസമാണ്. അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് BJP ഈ തെരഞ്ഞെടുപ്പിന് ഒരുങ്ങുന്ന, അതായത് ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് കേരളത്തിൽ തുടക്കം കുറിക്കുന്ന ഒരു പരിപാടി. പല പ്രഖ്യാപനങ്ങളും ഉണ്ടാകാം. പ്രത്യേകിച്ചും സുരേഷ് ഗോപിയുടെ ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപനം പോലും കേരളം പ്രതീക്ഷിക്കുന്നുണ്ട്. എന്തായിരിക്കും മോദി കേരളത്തോട് പറയുക എന്ന് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുകയാണ്. എന്തൊക്കെയാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്? ഗുഡ് മോർണിംഗ്. പ്രധാനമായും നമുക്കറിയാം, തൃശ്ശൂർ പോലുള്ള ഒരു സാംസ്കാരിക നഗരിയിൽ പ്രധാനമന്ത്രി എത്തുക, അദ്ദേഹത്തിൻ്റെ പ്രഖ്യാപനം എന്തായിരിക്കും എന്നൊക്കെ ഉള്ളത് വളരെ ആകാംക്ഷയോടെ തന്നെയാണ് ജനങ്ങൾ കാത്തിരിക്കുന്നത്, പ്രത്യേകിച്ച് BJP പ്രവർത്തകർ. അതിൽ പ്രധാനമായും ഒന്ന്, ആരായിരിക്കും തൃശ്ശൂരിൽ സ്ഥാനാർത്ഥി എന്നുള്ളത് ഒരു പക്ഷേ പ്രഖ്യാപിക്കും എന്നുള്ളൊരു പ്രതീക്ഷ അത് BJP നേതാക്കൾക്കും അതുപോലെ തന്നെ അണികൾക്കും ഒക്കെയുള്ള കാര്യമാണ്. സുരേഷ് ഗോപി തന്നെയായിരിക്കും. മറിച്ച് ഒന്നുണ്ടാവാൻ സാധ്യത കുറവാണ്. സുരേഷ് ഗോപിയിലേക്ക് തന്നെ കാര്യങ്ങൾ എത്തും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എന്തായാലും അതിന് നമ്മൾ ഇനിയും മണിക്കൂറുകൾ കാത്തിരിക്കേണ്ടി വരും. 2 മണിയോടുകൂടി കുട്ടനെല്ലൂർ കോളേജ് ഗ്രൗണ്ടിൽ ഹെലികോപ്റ്ററിലാണ് പ്രധാനമന്ത്രി ഇറങ്ങുക. അതിനുശേഷം കാർ മാർഗം ജില്ലാ ആശുപത്രിയിലെത്തും, ജില്ലാ ആശുപത്രി പരിസരത്തെത്തും. അവിടെ നിന്ന് റോഡ് ഷോ ഉണ്ടാവും. റോഡ് ഷോ കൃത്യം 3 മണിയോടുകൂടി തന്നെ ഈ സ്വരാജ് റൗണ്ടിൽ സമാപിക്കും. അതിനുശേഷം 3 മണി മുതൽ 4 മണി വരെയാണ് പൊതുസമ്മേളനം. ഈ പൊതുസമ്മേളനത്തിൽ 1 ലക്ഷം വനിതകൾ പങ്കെടുക്കും എന്നാണ്. 1 ലക്ഷം മുതൽ 2 ലക്ഷം വരെ വനിതകളെ പങ്കെടുപ്പിക്കാൻ കഴിയും എന്നാണ് BJP അവകാശപ്പെടുന്നത്. എന്തായാലും വനിതകൾക്ക് മാത്രമാണ് ഈ പരിപാടിയിലേക്ക് ക്ഷണമുള്ളത്. പക്ഷേ റോഡ് ഷോയിൽ പരമാവധി BJP പ്രവർത്തകരും മറ്റുള്ള ആളുകളും പരമാവധി ആളുകളെ പങ്കെടുപ്പിക്കുക, താളമേള വാദ്യഘോഷങ്ങളോടുകൂടിയുള്ള ഒരു രീതിയിൽ, ഒരു പൂരം എന്നും നമുക്ക് പറയാൻ കഴിയില്ല, പൂരം വേറൊരു ലെവലാണ്, എങ്കിൽ പോലും ആ രീതിയിലേക്ക് തൃശ്ശൂരിനെ ഒന്ന് ഇളക്കി മറിക്കുക എന്നുള്ള ലക്ഷ്യം കൂടി എന്തായാലും BJPക്കുണ്ട്. കാരണം ഇങ്ങനെയൊരു, സാധാരണ നമുക്കറിയാം പല സ്ഥലങ്ങളിലും പ്രധാനമന്ത്രി വരാറുണ്ട്, പരിപാടി പരമാവധി കൊഴുപ്പിക്കാറുണ്ടെങ്കിൽ പോലും തൃശ്ശൂരിൽ ഇത് ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ആദ്യഘട്ട ക്യാമ്പയിൻ എന്നുള്ള രീതിയിൽ തന്നെ കാണണം എന്ന് തന്നെ BJP നേതാക്കളും പറയുന്നത്. തൃശ്ശൂർ എടുക്കും എന്നൊക്കെ പലപ്പോഴായി നമ്മൾ പറഞ്ഞു കേൾക്കാറുണ്ട്. ഓരോ തവണയും സുരേഷ് ഗോപിയുടെ രംഗത്തെത്തുമ്പോൾ, തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക്, തെരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് എത്തുമ്പോൾ തൃശ്ശൂർ എടുക്കുമെന്ന് പറയും. അത് പിന്നീട് ട്രോളായി മാറിയിട്ടുമുണ്ട്. അങ്ങനെ തൃശ്ശൂർ എടുക്കുമെന്ന് ഈ പ്രധാനമന്ത്രിയുടെ വരവോടുകൂടി അത്രയേറെ ആത്മവിശ്വാസം BJP പ്രവർത്തകർക്ക്, BJP അണികൾക്കുണ്ടാകുമെന്ന് കണക്ക് കൂട്ടാമോ? അതിൽ പ്രധാനമായ കാര്യം, വീണ്ടും അധികാരത്തിൽ വരാൻ സാധ്യതയുള്ള ഒരു മുന്നണി എന്നുള്ള രീതിയിലാണ് BJPയെ കാണുന്നത്. കാരണം നമുക്കറിയാം, പ്രതിപക്ഷ മുന്നണികളെല്ലാം അത്രത്തോളം ശക്തമല്ല, പ്രതിപക്ഷ പാർട്ടികളൊന്നും അത്രത്തോളം ശക്തമല്ല. പ്രതിപക്ഷത്തിൽ മുന്നണിയിൽ തന്നെ അസ്വാരസ്യങ്ങളും എല്ലാം ഉണ്ട്. BJPക്ക് അല്ലെങ്കിൽ NDAക്ക് അനുകൂലമായൊരു അന്തരീക്ഷം രാജ്യത്ത് നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതൊരു വാസ്തവമാണ്. അതുകൊണ്ട് തന്നെ ജയിക്കുന്ന പാർട്ടി എന്നുള്ളത് കൊണ്ട് കേരളത്തിൽ നിന്ന് ഒരു പ്രതിനിധി ഉണ്ടാകുക, അത് സുരേഷ് ഗോപി ആയിരിക്കുക, അദ്ദേഹം കേന്ദ്രമന്ത്രിയാവും, ഇങ്ങനെയൊക്കെയുള്ള പ്രചാരണങ്ങൾ BJP തന്നെ നടത്തുന്നുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ്. അപ്പോൾ ഈ ഒരു പശ്ചാത്തലം കൂടി നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ, ഒരുപക്ഷെ തൃശ്ശൂരിൽ സുരേഷ് ഗോപി ജയിച്ചു കഴിഞ്ഞാൽ കേന്ദ്രമന്ത്രിയാവും, ഈ നാടിൻ്റെ വികസനത്തിന് അത് വലിയ മുതൽക്കൂട്ടാവും എന്ന് വിശ്വസിക്കുന്നുണ്ട്. കാരണം സുരേഷ് ഗോപി ഇവിടെ എത്തുന്ന സമയത്ത് തന്നെ അദ്ദേഹം ചില പൊടിക്കൈകളൊക്കെ കാണിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. പല സ്ഥലങ്ങളിലും ഫണ്ട് നൽകുന്നു, അല്ലെങ്കിൽ അവിടെ ആളുകളെ സഹായിക്കുന്നു, ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്. ഇത്തരത്തിലുള്ള കാരുണ്യ പ്രവർത്തനങ്ങളെല്ലാം വലിയ രീതിയിൽ തന്നെ, പ്രത്യേകിച്ച് ഒരു വിഭാഗം അകത്തളങ്ങളിൽ കഴിയുന്ന സ്ത്രീകൾക്കിടയിൽ സുരേഷ് ഗോപി എന്നുള്ള വികാരം നിലനിൽക്കുന്നു ഒരു പരിധി വരെ എന്നുള്ളത് സത്യമാണ്. അത് പരമാവധി മുതലെടുക്കുക എന്നുള്ളൊരു തന്ത്രം BJPയെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ ഇത് നമ്മൾ കൃത്യമായി തന്നെ, നമ്മൾ സൂക്ഷ്മമായി തന്നെ നമ്മൾ ഈ മണ്ഡലത്തിനെ കുറിച്ച് പരിശോധിക്കുകയാണെങ്കിൽ, അങ്ങനെ BJP കയറി വരണമെങ്കിൽ ക്രൈസ്തവ വോട്ടുകൾ നിർണായകമാണ്. ക്രൈസ്തവ വോട്ടുകൾ പൂർണ്ണമായും BJPയിലേക്ക് എത്തേണ്ട ഒരു അവസ്ഥയുണ്ട്. അങ്ങനെ എത്തുമോ എന്നുള്ളത് കണ്ടറിയണം. അതാണ് വിനേഷ്. കാരണം നമുക്കറിയാം, കഴിഞ്ഞ വർഷം പകുതിയോടുകൂടിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൊച്ചിയിലെത്തിയത്. അന്ന് ക്രൈസ്തവ മത മേലധ്യക്ഷന്മാരുമായി കൂടിക്കാഴ്ച നടത്തുന്നു. അവിടെ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടത് ക്രൈസ്തവ വിഭാഗം BJPയിലേക്ക് അടുക്കുന്നു എന്നത്. പിന്നീട് മണിപ്പൂർ കലാപമുണ്ടാകുന്നു, ക്രൈസ്തവ സഭയും BJPയും തമ്മിൽ വലിയൊരു അകൽച്ച സംഭവിക്കുന്നു. പക്ഷേ ഈ കഴിഞ്ഞ ക്രിസ്മസ് നാളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡൽഹിയിൽ ക്രിസ്മസ് വിരുന്നൊരുക്കുന്നു. അവിടെ ഈ സഭയും BJPയും തമ്മിലുള്ളൊരു മഞ്ഞുരുക്കമുണ്ടായി എന്നൊക്കെ വ്യാഖ്യാനിക്കപ്പെട്ടു. പക്ഷെ അത് CPM കേരളത്തിൽ വലിയ ചർച്ച ചെയ്തു. കോൺഗ്രസും അതിനെ രാഷ്ട്രീയ ആയുധമാക്കി. കാരണം സഭയ്ക്കെതിരെ വലിയ രീതിയിൽ ആക്രമിക്കുന്നു. അതായത് വേട്ടക്കാരായ BJPക്കൊപ്പം ഒരു വിരുന്നിൽ പങ്കെടുത്തത് വലിയ രീതിയിൽ വിമർശനത്തിന് കാരണമാവുകയും ചെയ്തു.
പക്ഷേ അവിടെയും നമുക്കൊരു പ്രത്യേകിച്ച് തൃശ്ശൂരിന്റെ ഒരു പശ്ചാത്തലം, തൃശ്ശൂരിൽ ഒരു 20% ഈ ലോക്സഭാ മണ്ഡലത്തിലെ ക്രൈസ്തവ വോട്ട് ഏറെ നിർണായകമാണ്. വിജയം നിർണ്ണയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകം കൂടിയാണ്. ആ പരമ്പരാഗതമായി UDFന് കിട്ടുന്ന ഒരു വോട്ടാണ് ഇവിടുത്തെ ക്രൈസ്തവ വിശ്വാസികളുടെ വോട്ട്. അതിൽ ഒരു വലിയ രീതിയിൽ ചലനമുണ്ടാക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇടപെടൽ കൊണ്ട് സാധിക്കുമെന്ന് തന്നെയാണോ BJP കണക്കുകൂട്ടുന്നത്? തീർച്ചയായും അതിൽ ഒരു പകുതി ശതമാനം വോട്ട് ലഭിച്ചാൽ പോലും ജയിക്കാനുള്ള സാധ്യത എത്രത്തോളമാണ് മറ്റു വോട്ടുകളാണ് തീരുമാനിക്കുക. കാരണം നമുക്ക് തൃശ്ശൂർ പോലുള്ളൊരു സ്ഥലത്ത് BJPയുടെ പരമ്പരാഗത വോട്ടുകൾ പരിശോധിച്ച് കഴിഞ്ഞാൽ പരമ്പരാഗത വോട്ടുകൾക്കൊപ്പം തന്നെ വലിയ രീതിയിൽ വോട്ട് മറിയണം BJPക്ക്. അപ്പോൾ അതിൽ സുരേഷ് ഗോപി എന്നുള്ള ആ ഒരു സ്റ്റാർഡം അല്ലെങ്കിൽ അദ്ദേഹത്തിനെ കണ്ട് കിട്ടുന്ന വോട്ടുകൾ ഉണ്ട്. അതുകൂടാതെ BJPയുടെ കേഡർ വോട്ടുകളുണ്ട്. ഇപ്പോൾ നമുക്കറിയാം ഇതിൽ വലിയ തോതിൽ തന്നെ കോൺഗ്രസിൽ നിന്നുള്ള വോട്ടുകൾ മറിയേണ്ട ഒരു ആവശ്യം വരുന്നു. സാധാരണ നിലയിൽ CPMലും CPIയിലും ഒന്നും ഒരു കേഡർ രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിൽ വളരെ ഐഡിയോളജിക്കലായ പാർട്ടി എന്നുള്ള രീതിയിൽ ഈ രണ്ട് അല്ലെങ്കിൽ CPM ഒന്ന് LDFൽ നിന്ന് കാര്യമായൊരു വോട്ട് എന്തായാലും BJPക്ക് മറിയാനുള്ളൊരു സാധ്യതയില്ല. അതിൽ നിന്ന് ചിലപ്പോൾ ഈ ആടിക്കളിക്കുന്ന വോട്ടുകളോ അല്ലെങ്കിൽ അങ്ങനെ ചിന്തിക്കുന്ന ആളുകളുണ്ടാവും. അങ്ങനെ ഒരു രാഷ്ട്രീയത്തിന് അതീതമായി ചിന്തിക്കുന്ന ആളുകളുടെ വോട്ട് ഒരു പരിധിവരെ ലഭിക്കും എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അതിനപ്പുറത്തേക്ക് കേഡർ വോട്ടുകൾ ലഭിക്കില്ല. ആ കേഡർ വോട്ടുകൾ ലഭിക്കാത്തൊരു സാഹചര്യത്തിൽ തന്നെ കോൺഗ്രസിൽ നിന്ന് വലിയ രീതിയിലുള്ള അടിയൊഴുക്കുണ്ടാവണം. ഒപ്പം തന്നെ സഭയുടെ പൂർണ്ണമായ എല്ലാ സഭകളും, കത്തോലിക്ക സഭ മാത്രമല്ല മറ്റുള്ള സഭകളുടെ എല്ലാം തന്നെ പൂർണ്ണമായ അകമഴിഞ്ഞ സഹായമുണ്ടെങ്കിൽ അത്തരത്തിൽ വ്യാപകമായി തന്നെ വോട്ടുകൾ വരേണ്ടതുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ മാത്രമായിരിക്കും സുരേഷ് ഗോപിയുടെ സാധ്യത നമുക്ക് പറയാൻ കഴിയുള്ളൂ. എന്തായാലും തെരഞ്ഞെടുപ്പിന് ഇനിയും ഒരുപാട് സമയമുണ്ട്. ഒരു പ്രചാരണത്തിന്റെ ഒരു ഘട്ടം പോലും തുടങ്ങിയിട്ടില്ല. അതിനു മുമ്പ് ഒരു പ്രചാരണത്തിന്റെ ഒരു തീ കൊളുത്തുക എന്തായാലും തെരഞ്ഞെടുപ്പ് ആവേശത്തിലേക്ക് കിടക്കുകയാണ്. കാരണം നമുക്ക് അറിയാം, ഇനി സൂചിപ്പിച്ചല്ലോ, പൂരത്തിന് സമാനമല്ല. പക്ഷേ എന്തായാലും BJPയെ സംബന്ധിച്ചൊരു പൂരമാക്കാൻ വേണ്ടിയുള്ള ഒരുക്കമാണ്. കാരണം മാക്സിമം ഒരു കേരളത്തെ ഇളക്കി മറിക്കുന്ന രീതിയിൽ കേരളത്തിലെ ജനങ്ങളുടെ മനസ്സിലേക്ക് BJPയുടെ ആശയങ്ങൾ, അതോടൊപ്പം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് എത്രത്തോളം സ്വാധീനം ചെലുത്താൻ കഴിയുമെന്നതൊക്കെ രാഷ്ട്രീയ കേരളം എന്തായാലും ഉറ്റുനോക്കുകയാണ്. എന്തായാലും നമുക്കറിയാം, ഇപ്പോൾ തൃശ്ശൂരിലെ ഈ കാഴ്ച സാധാരണ വലിയ രീതിയിലുള്ള ആളുകൾ ഇവിടെ നടക്കാനൊക്കെ ഇറങ്ങുന്ന ഒരു സാഹചര്യമുള്ളതാണ്. പക്ഷേ ഇന്ന് കൃത്യമായും പോലീസിൻ്റെ ഒരു കനത്ത സുരക്ഷയുണ്ട്, നിയന്ത്രണങ്ങളുണ്ട്. ഇന്ന് സ്കൂളുകൾക്ക് അവധിയാണ്. നഗരം രാവിലെ ഒരു 10 മണിയോട് കൂടി ഇവിടെ ഒരു പരിധിവരെയും പോലീസിന്റെ നിയന്ത്രണത്തിലാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം ഞങ്ങളിവിടെ എത്തിയതാണ്. ഉച്ചയ്ക്ക് ശേഷം മുതൽ പോലീസ് കനത്ത പരിശോധനകൾ നടത്തുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ക്യാമറമാരായ ധനേഷും പ്രജിത്തും ദൃശ്യങ്ങൾ പകർത്തുന്നുണ്ട്. അത് നരേന്ദ്രമോദിയുടെ വലിയൊരു കട്ടൗട്ട് വരെ നമുക്ക് ഈ സമീപത്ത് തന്നെ കാണാം. ധനേഷ്, ഒരു നിമിഷം ഒന്ന്, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഒരു വലിയൊരു കട്ടൗട്ടാണ് ഇവിടെ ഒരുക്കി വെച്ചിരിക്കുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങളൊന്ന് കാണാൻ കഴിയും. നിരവധി BJP നേതാക്കൾ ഈ സ്ഥലത്തേക്ക് എത്തുന്നുണ്ട്, ഇവിടുത്തെ സ്ഥിതിഗതികൾ വിലയിരുത്തുന്നുണ്ട്. എങ്ങനെയാണ് ഇത്രത്തോളം പരമാവധി ആവേശം ഉൾക്കൊള്ളിച്ചുകൊണ്ട് കേരളത്തെ ഇളക്കി മറിക്കുക, BJPക്ക് വലിയ സ്വാധീനമുണ്ടാക്കുക, അതുതന്നെയാണ് BJP പ്രവർത്തകരും BJP നേതാക്കളും ലക്ഷ്യമിടുന്നത്. ഇന്നലെ രാത്രി തന്നെ എല്ലാ നേതാക്കന്മാരും, പ്രധാനപ്പെട്ട നേതാക്കന്മാരെല്ലാം തൃശ്ശൂരിൽ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. നമുക്ക് കാണാൻ കഴിയുന്നത് പോലെ വലിയൊരു കട്ടൗട്ട് തന്നെയാണ് പ്രധാനമന്ത്രിയെ സ്വീകരിക്കാൻ വേണ്ടി. തൃശ്ശൂർ നഗരത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ വലിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട്, ആശംസകൾ നേർന്നുകൊണ്ട്, സ്വാഗതം ആശംസിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള ഫ്ലെക്സുകളും വലിയ കട്ടൗട്ടുകളൊക്കെ നമുക്ക് കാണാൻ കഴിയും. എന്തായാലും